പെണ്ണെ കുറെ നേരം എന്റെ ഫ്രണ്ട്സ് വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടില്ലല്ല. പൊന്നു ചേച്ചി, ഞാൻ അത് തന്നെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പിള്ളേർ സമയത്തിന് വരാൻ വരേയില്ല. എല്ലാരും റിഹേഴ്സൽ തുടങ്ങി കാണും കേട്ടോ ഓണത്തിന്റെ. ഞാൻ എന്താ ചെയ്യണേ ഈ പിള്ളേർ വരാത്തേനെ? ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാമേ. നിക്ക് അവിടെ. എന്താ ചേച്ചി? നമുക്ക് എന്തായാലും ഡബ് സ്മാഷ് കാണാം കേട്ടോ. അത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞില്ല. ഏത് ഫിലിമിലൊന്നും നീ തീരുമാനിച്ചായിരുന്നോ? രുക്ക് പറഞ്ഞു നമുക്ക് തേന്മാവിൻ കൊമ്പത്തിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞായിരുന്നു. തേന്മാവിൻ കൊമ്പത്ത് നല്ല സീനൊക്കെ ഉണ്ടല്ലേ? അതിന് പറ്റില്ല, അടിപൊളി സീൻ ഉണ്ടല്ലേ ചേച്ചി. നമുക്ക് അത് അടിപൊളിയായിട്ട് ചെയ്യാം. പിള്ളേർ നോക്കിട്ട് വരട്ടെ. ദൈവമേ, അതിന് ഒരുപാട് സാധനങ്ങൾ വേണ്ടി വരുമല്ലോ സീൻ ചെയ്യണമെങ്കിൽ. എന്തെങ്കിലും ചെയ്യാം. ശോഭനയായിട്ട് ഞാൻ അഭിനയിച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. ഏതായാലും എന്നെ കാണാൻ ശോഭനയുടെ ഒരു കട്ടില്ലേ? പിള്ളേർ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ തന്നെ ശോഭനയായിട്ട് അഭിനയിക്കാം. അവർക്കാർക്കും ശോഭന അത്ര സൗന്ദര്യം ഇല്ലല്ലോ, എനിക്ക് അത്രയല്ലേ അങ്ങനെ ഉള്ളൂ. പെണ്ണെ നിന്നെ കാണാനിട്ടൊരുണ്ടേ, ഞാനൊരു വണ്ടായി ചവന്നീടടി, ഒടിച്ചു തള്ളും മനസ്സിനുള്ളിൽ. ചിത്ര പറഞ്ഞില്ല ഇവിടെ ഉണ്ട്, വിളിച്ചോണ്ട് വരാൻ. ചിത്ര അവിടെ നിൽക്കുക. ചേച്ചി വിളിച്ചോണ്ട് വരാൻ പറഞ്ഞായിരുന്നു. ചിത്ര നിങ്ങൾ വിളിക്കോണ്ട് അങ്ങോട്ട് വന്നായിരുന്നു? ഞങ്ങൾ കണ്ടായിരുന്നു ചേച്ചി. ഞങ്ങൾ അവിടെ ഡബ് സ്മാഷ് ചെയ്യാൻ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടാ വന്നത്. അപ്പൊ ഇവിടെ ഇരുന്നല്ലേ ചെയ്യുന്നേ? ഇല്ല ചേച്ചി, നമുക്ക് കുറച്ചുകൂടി നല്ല സ്പേസ് ആണ് കിട്ടിയിട്ട് നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാം. വാ. എങ്കിൽ ശരി, വാ നമുക്ക് പോയിട്ട് വരാം. ഞാൻ റിഹേഴ്സലോട്ട് പോവാനേട്ടാ. വേഗം നടക്ക് വാ. ഇങ്ങോട്ട് വരുന്നു, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെയാണ് ചേച്ചി ഇരുന്നത്. അപ്പൊ നമുക്ക് വേറെ നല്ല സ്പേസ് കിട്ടിയതിനെ കൊണ്ടേ അവിടെ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ആണെങ്കിൽ അത് തന്നെ നല്ലത്. എവിടെയാണ് സാധനങ്ങളൊക്കെ? നമ്മുടെ ക്ലാസ് ഗോവിന്ദില്ലേ, അവനെ കോസ്റ്റ്യൂം ഒക്കെ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ശോഭനയായിട്ട് അഭിനയിക്കുന്ന ആരാ? അത് ഞാൻ ചെയ്യാടി ചേച്ചി. ശോഭനയായിട്ട് ഞാൻ അഭിനയിച്ചാ മതി. പള്ളി പോയി പറഞ്ഞാൽ മതി കേട്ടാ. പൊന്നി ചേച്ചി ഒന്ന് അടി ഉണ്ടാക്കാതെ. നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തതല്ലേ ശോഭനയായിട്ടും മോഹൻലാലിന്റെ കാലൊക്കെ വരണോന്ന്. അമ്പടി പൊളിസു, അപ്പൊ നിങ്ങളൊക്കെ അങ്ങ് സെലക്ട് ചെയ്തങ്ങ് വെച്ചല്ലേ? അത് നമ്മൾ ഇന്നലെ ക്ലാസ്സിലിരുന്ന് ചർച്ച ചെയ്തേണേ ചേച്ചി. പൊന്നി ചേച്ചി നടി ഉണ്ടാക്കാതിരിക്കും. ഞാൻ കളിക്കത്തില്ല കേട്ടാ. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ചേച്ചി വേറെ നല്ല സീൻ തരാം ചേച്ചി. ഇത് ഞങ്ങള് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെച്ചിരിക്കണേ ചേച്ചി. പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. അത് എന്തുവാടാ? പിന്നെ പാട്ട് വരില്ലേ? ഓണക്കാരത്തിനടക്കം അവള് ചെയ്യണ കാര്യം പോയി തിരക്കങ്ങോട്ട്. വരൂന്നാ പറഞ്ഞത്. പിള്ളേർ സമയത്തിന് വരേയില്ല. എടാ സൽമാൻ, നീ പോയി പറ്റി കാളവണ്ടി റെഡിയായി നോക്കിട്ട് വാടാ. ശരി. പറഞ്ഞോടി, പാത്തിനെ കണ്ടെങ്കിൽ കാളവണ്ടി കയറി ഞാനും പാത്ത് ഒരുമിച്ച് വരായിരുന്നു. എന്തുമാത്രം ആഗ്രഹിച്ചറിയോ ശോഭന ഞാനായിട്ട് അഭിനയിക്കണോന്ന്? എന്റെ പൊന്നി ചേച്ചി, അതിൽ വേറെ ഇനി സീൻ ഉണ്ടല്ലോ. അല്ല ചേച്ചി ശോഭനയായിട്ട് അഭിനയിച്ചാ മതി. അതെ ചേച്ചി, ഞങ്ങൾ ഈ സീനിന് വേണ്ടി ചിത്രയ്ക്ക് കോസ്റ്റ്യൂം ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. ഞാൻ പോവാ, നിങ്ങൾ ഒറ്റയ്ക്കും കളിച്ചാ മതി. പ്ലീസ് ചേച്ചി ഒന്ന് മിണ്ടാ നിക്ക് ചേച്ചി. പറ്റൂലെന്ന് പറഞ്ഞാൽ പറ്റൂല തന്നെ. ഞാൻ പോവാ, നിങ്ങൾ എന്തോന്ന് വെച്ചാ ചെയ്യ്. അയ്യോ ചേച്ചി പോവല്ലേ ചേച്ചി, പ്ലീസ് ചേച്ചി. ചേച്ചി പോവല്ലേ ചേച്ചി, പ്ലീസ് ചേച്ചി. എടുക്കൂ, ഒരു കാര്യം ചെയ്യ്. വർഷ ചേച്ചി ശോഭനയായിട്ട് അഭിനയിക്കട്ടെ, ഞാൻ കുഴപ്പമില്ല, ഞാൻ മാറി തരാം. എന്നോട് ആലോചിക്കാതെ എന്തിനാ നിങ്ങൾ ഉടനെ അവക്ക് ശോഭനയുടെ വേഷം കൊടുത്തത്? അത് ചേച്ചി ഇന്നലെ മറ്റേ ഡ്രസ്സ് കിട്ടി ഞങ്ങൾ ഇട്ട് നോക്കിയപ്പോ ഇവക്ക് അത് അളവായിരുന്നു. അതാ നമ്മള് ശോഭനയായിട്ട് ഇവളെ സെലക്ട് ചെയ്തത്. എന്നിട്ട് നിങ്ങൾ എനിക്ക് ആ ഡ്രസ്സ് ഇടാൻ വേണ്ടി തന്നായിരുന്നോ? അത് സ്കൂളിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ കൊച്ച ചേച്ചി കൊണ്ടുവന്നത് ആ ഡ്രസ്സ്. തർക്കിക്കണ്ട, വർഷ ചേച്ചി ആയിക്കോട്ടെ, ശോഭനയായിട്ട് അഭിനയിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും സീൻ ചെയ്യാടി. ഈ സീൻ വർഷ ചേച്ചി ചെയ്യട്ടെ. എടി ചിത്രേ, നീ കുഴപ്പമില്ലടി പിങ്കി. ഡ്രസ്സ് നിനക്കല്ലേ പാകമായിട്ടുള്ളത്. എനിക്ക് വേണ്ടി ആരും ത്യാഗമൊന്നും ചെയ്യണ്ട, നീ തന്നെ അങ്ങ് ചെയ്താൽ മതി. ചേച്ചി പിണങ്ങോ? ഇല്ല, എനിക്ക് പിണക്കൊന്നും ഇല്ല. എനിക്ക് ശോഭനയായിട്ടുള്ള ആ പാർട്ടി ഞാൻ തന്നെ ചെയ്യും കേട്ടോ. എന്റെ പൊണ്ണു ചേച്ചി അത് ചെയ്താ മതി, ഞാൻ ആരും അത് ചെയ്യത്തില്ല. പെട്ടെന്ന് റെഡി ആവട്ടെ എല്ലാരും. പോയ സൽമാനെ കാണാനില്ലല്ലോ. ഈ ചെറുക്കൻ പോയ സമയത്തിന് വരത്തില്ല. എന്താ ഇരിക്കോ? നീ കോസ്റ്റ്യൂം ചെയ്യുന്നില്ലേ? വാ, നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. പെട്ടെന്ന് പോടി, ഇപ്പൊ ചെയ്തിട്ട് വാ. നിൽക്കോ, നീ വാ, നമുക്ക് രണ്ടുകൂടെ പോയി കോസ്റ്റ്യൂം ചെയ്തിട്ട് വരാം. കൊമ്പൊക്കെ കെട്ടിക്കൊണ്ടാണ് നീ ശോഭനയായിട്ട് അഭിനയിക്കുന്നത്. ഇല്ലേ ചേച്ചി, ആ കൊമ്പൊക്കെ ഞാൻ മാറ്റും. വേഗം മാറുക്കോ, നമുക്ക് പോയി ചെയ്തിട്ട് വരാം. വാ, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കണേ. എടി നിങ്ങളൊന്ന് ബാക്കിലോട്ട് നിന്നെ, ബാക്കിലോട്ട് എടുക്കട്ടെ. ശരി ശരി. അടിപൊളിയല്ലേ? ചേച്ചി പിള്ളേരെ ഒന്ന് വേഗം വാടാ ഇങ്ങോട്ട്. ബാക്കിയുള്ള പിള്ളേരൊക്കെ എവിടെ? എന്താണ് സൽമാനെ, നമ്മളെ കുതിരവട്ടം പപ്പാട്ട് അഭിനയിക്കണല്ലേ? വൻ കോമഡി ആണടി, വൻ കോമഡി. ചിരിച്ചിട്ട് ഊപ്പാടച്ച് വന്നു കേട്ടാ. പിള്ളേരെ കോസ്റ്റ്യൂമൊക്കെ നിന്ന് കോമഡി ആയിരിക്കും കേട്ടാ. നമ്മളിനി സിനിമയിലൊന്നും അഭിനയിക്കാൻ പോണില്ലല്ല, ഒരു ഡബ് സ്മാഷ് ചെയ്തെടുക്കാനല്ലേ. എന്നാലും കുതിരവട്ടം പപ്പ പൊളിയായിരിക്കും കേട്ടാ. എവിടെ റെഡി ആയോ?
പറഞ്ഞ ഞാൻ തന്നെ ശോഭനയായിട്ട് അഭിനയിക്കാന്ന്. ഇത് പൊളിക്കൂടി. എടാ ബാക്കിയുള്ളവർക്ക് എവിടെ? ഈ ചെറുക്കന്മാരുടെ സമയത്ത് വരാൻ പറഞ്ഞ ചെറുക്കന്മാർ വരത്തുമില്ല. പിന്നെ ശോഭന കളവണ്ടിക്കകത്ത് ഇറങ്ങിയിരുന്നു. ഈ പ്ലേസ് അത്ര പോരല്ലേ? കുറച്ചും കൂടെ ഒരു നല്ല സ്പേസ് വേണ്ടേ? സ്പേസ് കിട്ടോ ഞാൻ നോക്കട്ടെ. കിട്ടിപ്പോയി. നമുക്ക് വണ്ടി കുറച്ച് അങ്ങോട്ട് നീക്കിയിടാം. അവിടെ കുളമൊക്കെ ഉണ്ട് കേട്ടാ. അതേടാ, നമുക്ക് കുളത്തിനോട് ഇട്ട് ചെയ്യാം. എടാ ഞാൻ ഇറങ്ങണോ? പിന്നെ ഞങ്ങളുടെ അതിനകത്ത് കയറി നിൽക്കാടാ. ചിത്രല്ല, ശോഭനയാ. ശോഭന